ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിറകടുപ്പ് വെച്ചിട്ട് നല്ലൊരു ദം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തലശ്ശേരി ബിരിയാണിയോ കോഴിക്കോടൻ ബിരിയാണിയോ ഒന്നുമല്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ആണ്. 1 കിലോ ജീരകശാല അരി എടുത്തിട്ടുള്ളത് 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഊറ്റി കളയാം. കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൺ 1.5 കിലോ ഉണ്ട്. ഇതിൽ കുറച്ച് കൊഴുപ്പും കൂടെ ചേർത്താണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോഴേ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ചെറിയൊരു നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി 20 മിനിറ്റ് വെച്ച ശേഷം കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. മട്ടൺ വാങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങണം. ഇതിപ്പോൾ നല്ല മട്ടൺ, ഒരുപാട് മൂത്തത് വാങ്ങരുത്. കുക്കറിൽ വെച്ചെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുത്താൽ മതിയാവും. ഇതിലിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഇറച്ചിയിലുള്ള വെള്ളം ഇറങ്ങിക്കോളും. ചെറിയ ബർണറിൽ ഫുൾ ഫ്ലെയിമിൽ തുടർച്ചയായിട്ട് 4 വിസിൽ വന്നതും ഓഫ് ചെയ്യും. 4 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാം. 100 ഗ്രാം വെളുത്തുള്ളി, 75 ഗ്രാം ഇഞ്ചിയും തൊലി കളഞ്ഞ ശേഷമുള്ള വെയിറ്റാണ് ഇത്. നമുക്ക് വെള്ളം ചേർക്കാതെ തരിയായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 100 ml വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ മൊത്തം നെയ്യ് വേണമെങ്കിലും ചേർക്കാം. 10 കഷ്ണം പട്ട, 1.5 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, 5 തക്കോലം, കുറച്ച് പറങ്ങേണ്ടി. ഇതൊന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 3 മീഡിയം സൈസിലെ സവാള പൊടിയായിട്ട് അരിഞ്ഞും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്നിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴന്ന് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കേണ്ടുന്നത്. മണ്ടഭാഗം ചെറുതായിട്ടൊന്ന് പിളർത്തിയിട്ടുണ്ട്. ഒരുവിധം എരിവുള്ള 15 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ കളറൊക്കെ മാറി വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ 3 ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ സമയത്തൊന്നും തീ ഒരുപാട് കൂട്ടിയിടരുത്, വിറകടുപ്പായതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചൂട് കിടന്നങ്ങ് വഴന്നോളും. ഇനി നല്ല ഒരു പിടി പുതിനയില പൊടിയായിട്ട് അരിഞ്ഞതും അത്രയും തന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇത് 1-2 പ്രാവശ്യം ഇളക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വാടിക്കോളും. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ മട്ടണിനുള്ള വെള്ളം ഇത്രയും ഇറങ്ങിയിട്ടുണ്ട്. അരി വേകാൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മട്ടൻ്റെ സ്റ്റോക്കും കൂടെ ചേർത്തിട്ട് വേണം അളന്നെടുക്കേണ്ടത്. മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടി 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ബിരിയാണി മസാല ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണിനേക്കാളിലും കുറച്ച് കുറവുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത് നല്ല മണമുള്ള മസാലയായത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നതും പിന്നെ ബാക്കി വെള്ളവും കൂടെ ചേർത്ത് 9 ടംബ്ലർ ഉണ്ട്. അതിൻ്റെ കണക്ക് ഞാൻ പറയാം. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്തിട്ട് ഒട്ടും പുളിയില്ലാത്ത 1 ടംബ്ലർ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ചേർക്കാം. തൈര് ഇളന്ന് അതേ ടംബ്ലറിൽ തന്നെ 5 ടംബ്ലർ അരി അളന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെച്ച് നമ്മൾ വെള്ളം കണക്കാക്കുന്നത്. മട്ടൻ്റെ സ്റ്റോക്കും വെള്ളവും കൂടെ ചേർത്ത് 9 ടംബ്ലർ ഉണ്ടായിരുന്നു. പ്ലസ് 1 ടംബ്ലർ തൈരും കൂടെ ആയപ്പോൾ 10 ടംബ്ലർ ശരിയായി. അരി ഇട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കുക, പോരായെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് മുൻപോട്ട് നിൽക്കണം, അപ്പോഴാണ് വേകുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇപ്പോഴടുപ്പിൽ നല്ല കണലും ഉണ്ട്, ഒരുവിധം തീയുണ്ട്. ഇനി ഒട്ടും കൂട്ടി വെക്കേണ്ട, ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം പറ്റിയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ച് വെള്ളം പറ്റുന്നവരെ ഇതേ തീ കിടന്നാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം വെള്ളം വറ്റിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി സമമായിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഈ കണൽ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ വേണം നിരത്തി വെക്കേണ്ടുന്നത്. അപ്പോൾ അടിയിലും ഒരുവിധം ചൂടുണ്ടായിരിക്കും, മുകളിലും ചൂടുള്ളതുകൊണ്ട് ആ ചൂടിൽ നന്നായിട്ട് വെന്തോളും. ദമ്മിട്ട ശേഷം ഏകദേശം അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുള്ളതുകൊണ്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. ഓരോ സൈസ് ബിരിയാണിക്കും ഓരോ മണമാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല സ്റ്റീം കേക്ക് പോലെ സോഫ്റ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ നന്നായിട്ടുണ്ടെന്ന്. ഇനി ഇതിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനാണെന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്ന പാകത്തിനായിരുന്നു, അതുപോലെ തീയൊന്നും കൂട്ടിയിട്ടിട്ടില്ല. ഒട്ടും തന്നെ അടിക്ക് പിടിച്ചിട്ടുമില്ല. ഉപ്പും പുളിയും എരിവും മസാല എല്ലാം പാകത്തിനുണ്ട്. നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. മട്ടൺ നല്ലപോലെ വെന്തൊരു ലൈറ്റ് ബ്രൗൺ കളറും വന്നിട്ടുണ്ട്. ബിരിയാണി റൈസ് തന്നെ പല ബ്രാൻഡിലുള്ളത് വാങ്ങാൻ കിട്ടും, നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങാം. ഈ ജീരകശാല അരി എന്ന് പറയുന്ന കൈമ റൈസ്, അപ്പോൾ ഇതിന് നല്ലൊരു മണമായി അരിക്ക്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ അരി തന്നെ ഉപയോഗിക്കുന്നത്. 1 കിലോ അരിക്ക് 1 കിലോ മട്ടണാണ് കണക്ക്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം.
മട്ടൻ ബിരിയാണിയുടെ ശരിക്കുള്ള സ്വാദ് അറിയണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു മട്ടൻ കറിയും കൂടെ ഉണ്ട്. മട്ടൻ മാത്രമല്ല, പരിപ്പും വഴുതനങ്ങയൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് അത് ഒഴിച്ചിട്ട് ബിരിയാണി കഴിക്കാൻ. പിന്നെ ഇതുപോലെ കട്ടിത്തൈര് വെച്ചിട്ടുള്ള സലാഡും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. വീണ്ടും കാണാം. താങ്ക്